പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. ഇറാനെ പിടിച്ചുകെട്ടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പല വഴികളിലൂടെയും ചില പദ്ധതികൾ മെനയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്നാൽ ഇറാൻ ആകട്ടെ കൂടുതൽ ശക്തരാവുകയും ആക്രമണം അഴിച്ചുവിടുകയുമാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായി തന്നെ ഈ യുദ്ധം ബാധിച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളെയാണ്. ഇതോടുകൂടി തന്നെ ഇറാനുമായുള്ള സൈനിക സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനിടയിൽ തന്നെ അമേരിക്ക പേർഷ്യൻ ഗൾഫിൽ അത്യാധുനിക ആളില്ലാ ഡ്രോൺ ബോട്ടുകൾ വിന്യസിപ്പിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം നടക്കുന്നത്. ഒരു സജീവ യുദ്ധ സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യയുടെ ആദ്യ ഔദ്യോഗിക ഉപയോഗമാണ് ഇപ്പോൾ നടക്കുന്നതും. ഈ ഡ്രോൺ ബോട്ടുകൾക്ക് സ്ഫോടക വസ്തുക്കൾ വഹിച്ചുകൊണ്ട് ശത്രു ലക്ഷ്യങ്ങളെ തകർക്കാൻ വലിയ രീതിയിൽ ശേഷിയുള്ളവയാണ്. ഗൾഫ് കടലിൽ അമേരിക്കയുടെ ആളില്ലാ പോരാളി കൂടി എത്തുന്നതോടുകൂടി തന്നെ ഇറാൻ ഇത് കൂടുതൽ പ്രയാസകരവും വെല്ലുവിളിയുമാകുമെന്നതിലും സംശയമില്ല. ഇറാനുമായുള്ള സൈനിക സംഘർഷം മൂർച്ഛിക്കുന്നതിനിടയിൽ തന്നെ പ്രതിരോധ രംഗത്ത് നിർണായക നീക്കവുമായി തന്നെയാണ് അമേരിക്ക രംഗത്തുള്ളത്. പേർഷ്യൻ ഗൾഫിൽ പെട്രോളിങ്ങിനും നിരീക്ഷണത്തിനുമായി തന്നെ അത്യാധുനിക ആളില്ലാ ഡ്രോൺ ബോട്ടുകൾ ഇവിടെ വിന്യസിപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സജീവ യുദ്ധ സാഹചര്യത്തിൽ ഈ സാങ്കേതിക വിദ്യ ഔദ്യോഗികമായി തന്നെ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്ന് തന്നെയാണ് അമേരിക്ക സ്ഥിരീകരണം പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനെ പ്രതിരോധിക്കാനുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഇവ വികസിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലോബൽ ഓട്ടോണമസ് റിക്കണക്സ് ക്രാഫ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ബോട്ടുകൾ ഇവയാകട്ടെ സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാനും ശത്രുക്കളെ തന്നെ ആക്രമിച്ച് തകർക്കുവാനും വലിയ ശേഷിയാണ് ഇവയ്ക്കുള്ളത്. മേരിലാൻഡ് ആസ്ഥാനമായുള്ള ബ്ലാക്ക് സീ എന്ന കമ്പനിയാണ് 5 മീറ്റർ മാത്രം നീളമുള്ള ഈ അതിവേഗ ബോട്ടുകൾ വികസിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 2200 നോട്ടിക്കൽ മൈലിലധികം ദൂരം ഈ ഡ്രോൺ ബോട്ടുകൾ കടലിൽ പെട്രോളിംഗ് നടത്തിയിരുന്നു. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ തത്സമയം നിരീക്ഷിക്കാൻ ഈ സംവിധാനം സഹായിക്കുമെന്നാണ് US നാവികസേന വിലയിരുത്തുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോൺ ബോട്ടുകൾ വലിയ പ്രഹരശേഷി തെളിയിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയും ഇവ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലൂടെയും ഹോർമുസ് കടലിടുക്ക് വഴിയും കടന്നുപോകുന്ന എണ്ണ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങളെ തടയുകയാണ് ഇതിന്റെ നീക്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യമായി പറയുന്നത്. ഡ്രോൺ ബോട്ടുകളുടെ വിന്യാസത്തോടുകൂടി തന്നെ കടൽ യുദ്ധത്തിന്റെ ആ ഒരു രീതിശാസ്ത്രം തന്നെ മാറ്റുമെന്നതാണ് കരുതപ്പെടുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം വിചാരിക്കുന്നതിലും ഭയാനകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആഗോള ക്രമത്തെ പോലും പിടിച്ചു കുലുക്കിയ സംഘർഷം എല്ലാ രാജ്യങ്ങളിലെയും സാമ്പത്തികമായി തന്നെ വലിയ തോതിൽ ബാധിക്കുകയാണ്. തന്ത്രപ്രധാന മേടുകളായി തന്നെ കണക്കാക്കിയ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി തന്നെ ഇന്ധനക്ഷാമം വലിയ തോതിൽ അനുഭവപ്പെടുകയും മിക്ക രാജ്യങ്ങൾക്ക് അവരുടെ ചരക്ക് കപ്പൽ അതുവഴി കടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഏകദേശം 2000-ലധികം ചരക്ക് കപ്പലുകളാണ് ഹോർമുസ് കടലിടുക്ക് അവിടെ നിന്നും പോകാനാകാതെ തന്നെ കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് എന്നതാണ് മറ്റൊരു വസ്തുത. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ളതിനേക്കാൾ 40% വർധനമാണ് എണ്ണ വിലയിൽ പോലും ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപ്പാദകരായ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഏക കയറ്റുമതി പാതയാണ് ഇപ്പോൾ അറിയപ്പെടുന്ന ഹോർമുസ് കടലെടുക്ക്. ഈ ഒരു ചാനലാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് 2000 കപ്പലുകളാണ് ഹോർമുസ് കടലിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നതും. മാത്രമല്ല ദൂരെ കൂടുതൽ ഭയന്നുകൊണ്ട് പല കപ്പലുകളും മറ്റു പാതകൾ തിരഞ്ഞെടുക്കാൻ അവിടെ മടിക്കുന്ന ഒരു പ്രതിസന്ധി അത് രൂക്ഷമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.